ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യദിനമാണ് ഇന്ന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ നുകം വലിച്ചെറിഞ്ഞ ഇന്ത്യ ഒരു സ്വതന്ത്ര മതേതര ജനാധിപത്യ രാജ്യമായി പിറവികൊണ്ട ദിനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഒരു പങ്കുമില്ലാത്തവരുടെ പിൻഗാമികൾ തന്നെ വീണ്ടും അധികാരത്തിലേറിയെങ്കിലും ഈ സ്വാതന്ത്ര്യദിനം നൽകുന്ന പ്രതീക്ഷകൾ അനവധിയാണ്. അനേക ലക്ഷം മനുഷ്യരുടെ സ്വാതന്ത്ര്യവാച്ഛയും തീക്ഷ്ണമായ പോരാട്ടങ്ങളുമാണ് സാമ്രാജ്യത്വ നുകത്തിൽ നിന്നും ഇന്ത്യയെ വിമോചിപ്പിച്ചത്. പതിനായിരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പതിനായിരങ്ങൾ ക്രൂരമായ ഭരണകൂട മർദ്ദനത്തിന് ഇരകളായി. ഇന്ത്യൻ കർഷക വിപ്ലവമെന്നാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ മഹാനായ ലെനിൻ വിശേഷിപ്പിച്ചത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തി ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിയാൻ വെമ്പി നിന്ന അതൃപ്തരായ ഇന്ത്യൻ പട്ടാളക്കാരും കൃഷിക്കാരും കൈവേലക്കാരും അണിചേർന്ന ആ പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് മതപരമായി പിളർത്തിക്കൊണ്ടാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചമ്പാരൻ കർഷക സമരത്തിന് നേതൃത്വം നൽകിയതോടെയാണ് ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം ലോകത്തെയാകെ പിടിച്ചുകുലുക്കിയത്. ഖിലാഫത്ത് സമരം, നിസ്സഹരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. പോരാട്ടങ്ങളുടെ പ്രവാഹത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കാനായില്ല. 2 രാജ്യങ്ങളിലായി വിഭജിക്കപ്പെട്ടാണെങ്കിലും ഇവിടെ സ്വാതന്ത്ര്യത്തിന്റെ പതാക പാറിപ്പറന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിർണായക മുദ്രാവാക്യമുയർത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. തേബാഗ, തെലുങ്കാന, പുന്നപ്ര വയലാർ, കയ്യൂർ, കരിവള്ളൂർ തുടങ്ങിയ പോരാട്ടങ്ങളെല്ലാം ജന്മിത്വത്തിനും നാടുവാഴ്ചയ്ക്കെതിരായും സാമ്രാജ്യത്തിനെതിരായുമുള്ള ധീര വിപ്ലവങ്ങളായിരുന്നു. സ്വാതന്ത്ര്യത്തിനൊപ്പം കൃഷിഭൂമിയിലുള്ള കൃഷിക്കാരുടെ അവകാശവും ഭൂപരിഷ്കരണവും ദേശീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ ആ പ്രക്ഷോഭ കൊടുങ്കാറ്റിൽ നിന്നെല്ലാം അതിവിദഗ്ധമായി ഒഴിഞ്ഞുമാറി ബ്രിട്ടീഷ് പാദസേവ നടത്തിയവരുടെ പിൻഗാമികളാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ചരിത്രത്തിന്റെ മഹാവൈപരീത്യം. രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഫെഡറലിസത്തെയും തകർക്കാനുള്ള അവരുടെ ആസൂത്രണങ്ങൾക്കെതിരെ ഒരടി നൽകാൻ മാത്രമേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. സ്വാതന്ത്ര്യസമരം പോലെ തന്നെ തീക്ഷ്ണമായ പോരാട്ടത്തിലൂടെ തിരിച്ചുപിടിക്കേണ്ടുന്ന ഇന്ത്യ ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.